കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ രചനയ്ക്ക് ബോധം വരുന്നു. അങ്ങനെ മഹേഷ് അകത്ത് കയറി കണ്ട് സംസാരിച്ചതിന് ശേഷം അപ്പോൾ പറയുന്നു ആദ്യം എവിടെയെന്ന് രചന ചോദിക്കുന്നു. അപ്പോൾ പറയും ആകാശിൻ്റെ വീട്ടിലുണ്ടെന്ന് പറയും. അപ്പോൾ പറയും ആകാശ് ഇന്ന് വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് മോനെ അങ്ങോട്ടേക്ക് ആക്കാൻ പറയും. അങ്ങനെ ആദ്യം കൊണ്ട് മഹേഷിൻ്റെ വീട്ടിൽ താഴെ കൊണ്ടിറങ്ങുക. അങ്ങനെ ആദ്യം കയറിപ്പോവും. അപ്പോൾ ആദ്യം കോളിംഗ് ബെല്ലടിച്ച് ഇവർ തുറക്കുമ്പം ഇഷിത കഴിക്കും മോൻ എങ്ങനെ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഡാഡി കൊണ്ടുവിട്ടയാണെന്ന് പറയും. അപ്പം മഹേഷ് എന്തെന്ന് ചോദിക്കും. അപ്പോൾ പോയി എന്ന് പറയും. അപ്പോൾ എന്താ മീറ്റിംഗ് ഉണ്ട് അമ്മയോട് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനെന്തോ ഒളിച്ച് കളിക്കുന്ന പോലെയൊക്കെ ഇഷിതയ്ക്ക് തോന്നും. എങ്കിലും അവർക്കൊക്കെ സന്തോഷമാവുന്നു അവൻ വന്ന സ്ഥിതിക്ക്. അങ്ങനെ അവർ പക്ഷേ ആദ്യയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനും കാണുന്നത്. അപ്പോൾ ഇഷിതയ്ക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്, എന്തോ ഇതുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മഹേഷ് അങ്ങനെ ആദ്യം വിട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഡോക്ടർ മഹേഷിനോട് ചൂടാകുന്നു. പേഷ്യൻറ്റിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നിങ്ങൾ എവിടെ പോയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഹസ്ബൻഡൊന്നുമില്ല, സഹായിക്കാൻ വന്നതാണെന്ന് മഹേഷിന് തിരിച്ചും ചൂടാവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. അങ്ങനെ റൂമിലേക്ക് മാറ്റി മഹേഷ് കൂട്ടിരിക്കുകയാണ്. ആകാശ് വരാത്തതുകൊണ്ട് മഹേഷിന് കൂട്ടിരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇഷിത രാത്രി വിളിക്കുകയാണ്, മഹേഷ് വരുന്നില്ലെന്ന് ചോദിക്കുക. അപ്പോൾ പറയില്ല, എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവരെ എയർപോർട്ടിലാക്കിയിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറയണം. നീ കുട്ടികൾക്ക് ഫുഡും കൊടുത്ത് നീയും കഴിച്ചിട്ട് കിടന്നോളാൻ പറയും. അപ്പോൾ ഇഷിത ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തോ മഹേഷിൻ്റെ സംസാരത്തിലൊക്കെ എന്തോ പതർച്ചയുണ്ട്, അതുപോലെ ആദ്യം എന്തോ വിളിക്കുന്നുണ്ടെന്ന് ഇഷിതയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഇഷിത ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹേഷാണെങ്കിൽ രാത്രി എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് സോഫയിൽ കിടന്നുറങ്ങും. രാവിലെ സ്വപ്നയിൽ കുളിച്ചെഴുന്നേറ്റ് ഒരു മഹേഷ് ഇങ്ങനെ സോഫയിൽ കിടക്കുന്നു. അപ്പോൾ മോനെ എഴുന്നേക്കാൻ പറയും. അപ്പോൾ നീ എന്താ ഇവിടെ കിടന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും നേരം വൈകി അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഇഷിത അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ചോദിക്കും, മഹേഷിന് ആദ്യം കൊണ്ടുവിടാൻ സമയമുണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ മഹേഷിനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ മഹേഷ് രാവിലെ കുളിച്ചെഴുന്നേറ്റ് വീണ്ടും രചനയുടെ അടുത്തേക്ക് പോകുന്നു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആദ്യം നമ്മുടെ ചിപ്പിയും സ്കൂളിലേക്ക് പോകാൻ റെഡിയാവുന്നു. അങ്ങനെ അവർ സ്കൂളിലൊക്കെ പോകുന്നു. എങ്കിലും ഇഷിതയുടെ മനസ്സിലൊരു സംശയം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആകാശ് പിന്നെ തിരിച്ച് അങ്ങനെ രചനയെ വിളിക്കുന്നു. അപ്പോൾ മഹേഷിനെ രചന വിളിക്കുകയാണ്. അപ്പോൾ അവർ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ. അങ്ങനെ ആകാശും തിരിച്ചു വരികയാണ്. തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മഹേഷിനെ കാണും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ഓരോന്നൊക്കെ പറയുന്നു. ഇതേ സമയത്താണെങ്കിൽ ഇഷിതയുടെ ഉള്ളിൽ തന്നെ ഒരു സംശയം നിഴലിടുകയാണ്. കാരണം ആദ്യ ശരിക്കും ചിപ്പിയെ കാണാൻ വന്നതല്ല, എന്തോ സംതിങ് ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അതുപോലെ മഹേഷും തന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നു എന്ന് അവൾ ഉറപ്പിക്കുകയാണ്. കാരണം ഇവർ രണ്ടുപേരുടെ മുഖത്തും അത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മഹേഷിനാണെങ്കിൽ ഇതെങ്ങനെ പറയും എന്നുള്ള രീതിയിൽ, പക്ഷേ ഇഷിത എന്തായാലും ഈ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇവരുടെ ഇത് എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.